ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹോം മെയ്ഡ് ഹെയർ ഗ്രോത്ത് ഹെയർ പാക്കാണ്. ഞാൻ യൂസ് ചെയ്ത് അത്യാവശ്യം റിസൾട്ട് കണ്ടിട്ടുള്ളൊരു പാക്കാണ്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ഹെയറൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫ്രിസി ഡ്രൈ ഹെയർ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് അത്യാവശ്യം ഹെയർ ഫോൾ കുറഞ്ഞു, ഹെയർ ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ്. ഞാനിത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ഉലുവയാണ്. നിങ്ങൾക്ക് തലേദിവസം ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 to 5 hours എങ്കിലും ഇട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടത് അലോവേറയാണ്. ഞാനിപ്പോൾ നാച്ചുറലായിട്ടുള്ള അലോവേറയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജെല്ലോ പൗഡർ യൂസ് ചെയ്യാം. പിന്നെ ഒരു 5-6 ഒരു കുഞ്ഞുള്ളിയില്ല, നമ്മുടെ ചെറിയ ഉള്ളി. പിന്നെ വേണ്ടത് കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില. ഇത്രയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം അലോവേറേൻ്റെ സൈഡും മറ്റേ മുള്ളു പോലെ ഇരിക്കുന്ന ഭാഗമൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമ്മളിത് കട്ട് ചെയ്യുക. അതിന് മുന്നേ ആദ്യം ഇതിൻ്റെ ഫ്രണ്ടിലൊരു കറയുടെ ഭാഗം ഉണ്ടാകും, അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടാലും മതി, അത് പോവും. അലോവേറ ഞാൻ അതിൻ്റെ സ്കിന്നോട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തുള്ള പൾപ്പ് മാത്രമായിട്ട് എടുക്കാം. പിന്നെ ഇത് ഹെയറിനായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, സ്കിന്നോടുകൂടി എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്, തലേദിവസത്തെ കഞ്ഞിവെള്ളം. അത്രയും ബെനിഫിറ്റാണ് നമ്മുടെ ഹെയറിന്, ഗ്രോത്തിനും ബാക്കി എല്ലാത്തിനും, ഹെൽത്തി ഹെയറിനും ഷൈനിങ്ങിനൊക്കെ അത്രയും ബെനിഫിറ്റാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക മാത്രമേ ഇനി പണിയുള്ളൂ. പിന്നെ ഈ ഉലുവ സോക്ക് ചെയ്ത വെള്ളത്തോടെ നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ കുറച്ച് വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് തന്നെ ഒത്തിരി പേസ്റ്റ് പോലെ ആവാണ്ട് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്താൻ വേണ്ടി ഞാൻ ഒത്തിരി വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി. ഇനി അത് മാറ്റി വെച്ചിട്ട് നമ്മളൊരു ബൗൾ എടുക്കുക. ബൗൾ എടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി, ഇതുപോലൊരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നമ്മുടെ തോർത്തില്ലേ അതായാലും മതി, ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേളിലേക്കാണ് നമ്മുടെ ഈ പൾപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ പറയാം. അതായത് നമ്മളിതിപ്പോൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉലുവ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ചെറിയ തരികൾ നമ്മുടെ ഹെയറിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാലത്തും അത് പോകാൻ പോകുന്നില്ല. അതായത് ആ ചെറിയ ചെറിയ തരികൾ നമ്മുടെ ഹെയറിൽ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ എത്ര വാഷ് ചെയ്താലും അത് പോകത്തില്ല, പറ്റിപ്പിടിച്ച് തന്നെ ഇരിക്കും. ഒരു 3-4 ദിവസത്തേക്ക് അത് അങ്ങനെ തന്നെ ഉണ്ടാവും, തരി തരിയായിട്ട്. നമ്മൾ എത്ര കുടഞ്ഞാലും തട്ടിയാലും ഒന്നും അത് പോവില്ല, എത്ര വാഷ് ചെയ്താലും പോകത്തില്ല. അതുകൊണ്ട് ബെറ്റർ ഇങ്ങനെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എനിക്കൊരു പ്രാവശ്യം പണി കിട്ടിയോണ്ടാണ് ഞാൻ അനുഭവത്തിൻ്റെ പുറത്താണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്ഷനായിട്ട് എടുത്ത് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഹെയറിൽ എല്ലാ സ്ഥലത്തും, സ്കാൽപ്പിലും ഹെയറിലും ലെങ്ത്തിലും എല്ലാം എത്തുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഞാനിപ്പം സെക്ഷനൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഫുള്ളായിട്ട് അങ്ങ് അപ്ലൈ ചെയ്യുകയാണ്. ഇത് ആക്ച്വലി പണ്ട് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് കണ്ടൊരു വീഡിയോ ആണ്. പിന്നെ ഞാനും ചേച്ചിയും കൊറോണ ടൈമിൽ വീട്ടിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അടിപൊളി റിസൾട്ട് തന്നെയായിരുന്നു 1 ടൈം യൂസ് ചെയ്തപ്പോൾ. അത് അത്രയും പറയാൻ കാരണം ബിഫോർ ആഫ്റ്റർ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഹെയർ ലെങ്ത് ഭയങ്കരമായിട്ട് ഒരൊറ്റ യൂസിൽ തന്നെ ഒരാഴ്ച കൊണ്ട് ഭയങ്കരമായിട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത്ര എഫക്റ്റീവ് ആണെന്ന്. പിന്നെ കുറേ ദിവസം ഞാനിത് യൂസൊന്നും ചെയ്തില്ല. പിന്നെ വീണ്ടും എനിക്ക് ഹെയർ ഫോളൊക്കെ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. എനിക്കിപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഹെയർ ഫോളാണ്, എവിടെ നോക്കിയാലും മുടിയാണ്. എന്താണെന്നറിയില്ല, ഹെയർ കളറൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം. അങ്ങനെയാണ് ഞാൻ ഈ പാക്ക് വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങിയത്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹെയറിൽ ഇതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 to 40 മിനിറ്റ്സ് വെക്കും. നിങ്ങൾക്ക് നീർക്കെട്ടിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത്രയും സമയം വെക്കണമെന്നില്ല, ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവും. ഞാൻ നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്തത്, ഞാൻ അങ്ങനെ കാര്യമായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം ഡ്രൈനെസ് ഫ്രിസിനെസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഞാൻ വേറെ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ലെങ്ത്ത് വയ്ക്കുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കുളിച്ചിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ പുറത്ത് ലൈറ്റിംഗ് ഒക്കെ പോയി രാത്രിയായി, അതുകൊണ്ടാണ് ഞാൻ ഇൻഡോറിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഹെയർ കുളിച്ചതിന് ശേഷം കുറച്ച് ഡ്രൈ ആയതിനു ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒരു സെമി ഡ്രൈ അല്ല, ഒരു 90% ഡ്രൈ ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. മറ്റേ പോലെ ആയിരുന്നെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആ സ്ട്രെയിൻ ചെയ്യാണ്ട് എക്സ്ട്രാക്ട് ചെയ്യാണ്ട് അതുപോലെ തേച്ചിരുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ മൊത്തം ആ ഒരു ഉലുവേൻ്റെ ആ ഒരു തരിതരിപ്പ് പൊടിയൊക്കെ ഉണ്ടായിരിക്കും. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, ഭയങ്കര ഡ്രൈ ആയിരിക്കും ഹെയർ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്, സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് വേണം ചെയ്യാൻ. ഞാനത് എന്തുകൊണ്ടത്തരം കാണിച്ചതാണ്, പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നമുക്ക് തോർത്തൊക്കെ ഇല്ലേ അത് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് അത് എക്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്ത് തേച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ വേറെ ഷാമ്പൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്തില്ല. ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നോർമലായിട്ട് ഞാൻ ഡ്രൈ ചെയ്യാൻ കുറച്ചായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രൈ ചെയ്യാമെന്നുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ പുറത്തുനിന്ന് മേടിക്കേണ്ട പ്രൊഡക്ട്സോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ യൂസ് ചെയ്യാം. അങ്ങനെ ജെൻഡർ ഡിഫറൻസ് അങ്ങനെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഗേൾസിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല.
ആർക്ക് വേണോ യൂസ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.